ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് കുതിർന്നത് തലേദിവസമേ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അതിലേക്ക് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ നമ്മൾ ഓണിയൻ വലിയ ഉള്ളി ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് കുക്കറിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പീസിൻ്റെ കൂടെ മൊത്തം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ശകലം വെള്ളമാണ്. 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാലിഫ്ലവർ കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ ചോറാണ് വെച്ചിരുന്നത്, ചെറിയ പാത്രത്തിൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അടുത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും വെള്ളവും ഉപ്പെല്ലാം വെജിറ്റബിൾസുമായിട്ട് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒരു 4-5 വെളുത്തുള്ളിയും ശകലം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് നമ്മളിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കുക്കർ ലിഡിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഗ്രീൻ പീസ് വന്നിട്ട് ശകലം വേവുള്ളതാണ്, അതുകൊണ്ട് നമ്മളൊരു 2 അല്ലെങ്കിൽ 3 വിസിലെങ്കിലും കേൾക്കണം. തലേദിവസം കുതിർത്തതാണ്, എന്നാലും ഇവിടെ കിട്ടുന്നത് ഗ്രീൻ പീസിന് അല്പം വേവ് കൂടുതലാണ്. എന്നിട്ട് നമ്മളതിലേക്ക് പുതിനയുടെ ഒരു 4-5 ഇല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്കതിലേക്ക് നല്ലതായിട്ട് ഇറങ്ങും കുറുമയിൽ. നമുക്ക് ലിഡ് എടുത്ത് ക്ലോസ് ചെയ്ത് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ പുതിനയുടെ ഇല ഒന്ന് താർത്ത് വെച്ച് കൊടുക്കണം, അപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് ഇറങ്ങും. മുകളിലിരുന്ന് അത് ഒരുമാതിരി ഒരു വാടിയത് പോലെ ആയി കിട്ടും. അതുകൊണ്ടാണ് അതിനെ അകത്തോട്ടാക്കി വെച്ചത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കേണ്ടതുണ്ട്. അതിലേക്ക് തേങ്ങ, പിന്നെ 2 പച്ചമുളക്, കുറച്ച് പെരുംജീരകം, പിന്നെ നല്ല മുളക്, പിന്നെ 2 കാഷ്യൂ ആണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനെ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിത് കുറുമ വെന്തതിന് ശേഷം ഒരു താളിപ്പ് കൊടുക്കണമല്ലോ. നമ്മൾ ഗ്രീൻ പീസും വെജിറ്റബിൾസും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു താളിപ്പ് കൊടുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, കടുക്, പിന്നെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലേക്ക് മാറ്റിയിട്ട് അത് നല്ലതായിട്ട് മിക്സ് യോജിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മല്ലിയില കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇളക്കി വൃത്തിയായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തിക്ക് എല്ലാത്തിനും ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.